ഏടത്തിയമ്മ ഒന്നും പറഞ്ഞില്ല. ഞാനായിട്ട് എന്ത് പറയാനാ? അങ്ങനെയല്ല, നമ്മുടെ ഈ തീരുമാനം ഏടത്തിയമ്മയ്ക്ക് ഒരു മനപ്രയാസാവരുത്. മനപ്രയാസോ? ഏയ്, ഇവിടുന്ന് മരിച്ചിറങ്ങി പോണെന്നേ കരുതിയിട്ടുള്ളൂ. സാരല്ല. സത്യത്തിൽ അമ്മയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം. പ്രായമേറി വരില്ലേ, ജോലിക്കാര് മാത്രം ശ്രദ്ധിച്ചാൽ പോരല്ലോ ഇനി അങ്ങോട്ട് അമ്മയുടെ കാര്യങ്ങൾ. ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമോ? ഞങ്ങളുടെ ആരുടെയെങ്കിലും കൂടെ ആവുമ്പോ എന്താ ഏട്ടാ? അതൊക്കെ അമ്മയെ ധരിപ്പിക്കാനുള്ള ന്യായങ്ങൾ, നാട്ടുകാരെ വിശ്വസിപ്പിക്കാനുള്ള കഥകൾ. ഈ തീരുമാനം എടുത്തതാരോ അവരുടെ മനസാക്ഷിക്ക് അറിയാലോ സത്യങ്ങൾ. സ്വത്തുക്കൾ വീതിക്കണം, കോവിലകം പൊളിക്കണം, വിറ്റ് കിട്ടുന്ന കാശ് വീട്ടിൽ കൊണ്ടുപോകണം. ദേവനാരായണൻ എന്താ ഇങ്ങനെയൊക്കെയല്ലേ കാര്യങ്ങള്? ഇതിനായിരുന്നെങ്കിൽ ഞാൻ ഈ വഴിക്ക് വരില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഒടുവില് ഫോണിൽ വിളിയിൽ ഒതുക്കിയാൽ മതിയായിരുന്നു. അതിപ്പോ ദേവേട്ടന്റെ സമ്മതത്തോടെ അല്ലാതെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സമ്മർദ്ദത്തിലൂടെ സാധിച്ചിട്ട് അതിനെങ്ങനെ സമ്മതം എന്ന് പറയാ? ഏട്ടാ, ഒരുപാട് അവകാശികളുള്ള സ്വത്തുക്കളാണ്. നമ്മുടെ അച്ഛൻ മരിച്ചത് ഈ വീട്ടിലായതുകൊണ്ടും അമ്മ ഇവിടെ തന്നെ ജീവിക്കുന്നത് കൊണ്ടും ഇതുവരെ ഇങ്ങനെ തുറന്നു പോന്നെങ്കിലും നാളെ മറ്റവകാശികൾ വന്ന് നമ്മൾ അമ്മയും മക്കളും കൂടി ചേർന്ന് ഇതെല്ലാം പിടിച്ചു വെച്ചിരുന്നു പറയാൻ ഇടവരും. അതൊന്നും ആരും പറയാൻ പോണില്ല. സ്വത്തും പണവുമാണ് ചെറിയ ആര് എപ്പോ എന്ത് പറയുന്നൊന്നും കണക്കൂട്ടാൻ പറ്റില്ല. എന്തേ? അതെ, അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു തീരുമാനം ഉണ്ടാവണമെന്ന് പറഞ്ഞത്. എല്ലാവരുടെയും തീരുമാനം അനുസരിച്ച് കടലാസിൽ ഒപ്പിടേണ്ട സ്ഥലം കാണിച്ചു തന്നാൽ അവിടെ ഒരു ഒപ്പ്. ഞാൻ അത്രയല്ലേ ഉണ്ടു. എന്താ അല്ലേ? എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. വിശ്വസിക്കാതിരുന്നിട്ടൊട്ട് കാര്യവുമില്ല. ഭഗവാനെ, അറിഞ്ഞില്ലേ മാളു, എല്ലാരും കൂടെ ഒത്തുകൂടി ഒരുപാട് കളിച്ച് ചിരിച്ചത് ഒരു കൊട്ടിക്കലാശത്തിനായിരുന്നു എന്ന്. കോവിലകം നമുക്കൊക്കെ ഒരു ഓർമ്മയാവാൻ പോവാ. അല്ല, ഊണിന്റെ കാര്യം ആരും ഇതുവരെ ഒന്നും പറഞ്ഞു കേട്ടില്ല. ഞാനൊരു വിധാങ്ങടെ ആക്കി വെച്ചിട്ടുണ്ട്. എന്താ എല്ലാരും കൂടെ ഒരു കൂടിയാലോചന? താനങ്ങോട്ട് പുറത്തോട്ട് നിന്നേ. നമ്മൾ ഇത്രയും ഗൗരവമായിട്ട് കുടുംബകാര്യങ്ങൾ സംസാരിക്കുന്നിടത്ത് ഒരു ജോലിക്കാരൻ വായും പൊളിച്ച് നിൽക്കണത് എന്തിനാ? പൊയ്ക്കോ. എന്താ കൃഷ്ണ, ബലൂണിന് കാറ്റഴിച്ചതുപോലെ അങ്ങോട്ട് പോയ രൂപല്ലോ ഇങ്ങനത്തെ വരുമ്പോ? ഞാനല്ലെങ്കിൽ ഇപ്പൊ എന്തിനാ ചാടിക്കറി അങ്ങോട്ട് ചെന്നത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞൂലോ, ഇവിടെ കള്ളു ചെറിയച്ചൻ. കുടുംബക്കാര് കൂടുന്നിടത്ത് കൃഷ്ണൻ എന്താ കാര്യം? നേരല്ലേ? പട്ടി ചന്തയ്ക്ക് പോലെ ഞാൻ എന്തിനാ തൊള്ളയും വിളിച്ച് അവിടെ പോയി നിൽക്കണേ? അല്ല കുട്ടിയാരെ, എന്താ ഇപ്പൊ ഇവിടെ തകൃതിയായിട്ടൊരു കുടുംബകാര്യം? ഇത്രയും വലിയ കുടുംബത്തിന്റെ കാര്യങ്ങളല്ലേ, എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. തീരുമാനങ്ങളൊന്നും അറിഞ്ഞിട്ടിറങ്ങാന്ന് കരുതിയാ ഞാനും നിന്നതേ. അപ്പൊ നിങ്ങൾ ഊഹിച്ചില്ല? ഊഹിക്കേ? അതൊക്കെ ഊഹിച്ചെടുക്കണ്ടേ? അതല്ലേ ബുദ്ധിസാമർത്ഥ്യം. ഞാൻ ഊഹിച്ചിട്ടോ? അത് ശാസ്ത്രം, ഊഹശാസ്ത്രം. ഇത്രയും ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള വലിയൊരു തറവാട്, ഒരു കല്യാണക്കാരിയാ അതുറപ്പ്. കൃഷ്ണ, ഈ കൊച്ചു കേരളത്തിൽ ജീവിച്ചു പോവാൻ ഇത്രയും ബുദ്ധിയുടെ കാര്യമുണ്ടോ? നീ എങ്ങാനും അമേരിക്കയിലായിരുന്നെങ്കിൽ ഊഹിച്ചൂഹിച്ച് സൂര്യന് വാഴ വയ്ക്കാൻ ആളെ വിട്ടിട്ടുണ്ടാവും. ദേ കുട്ടിയാരെ, മനുഷ്യന്മാരെ ഇങ്ങനെ അങ്ങോട്ട് പുകഴ്ത്തരുത്. അഹങ്കാരം മൂത്തമത്ത് ചിതയായി പോവും. നിന്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവില്ല കൃഷ്ണ. എന്നുവെച്ചാ നിന്റെ ഊഹം തെറ്റി. നിധി കുഴിക്കുന്ന കാര്യ അവിടെ കൂടിയാലോചന. നിധിയോ? ഈ കോലോത്ത് എവിടെയോ നിധി ഉണ്ട്. ആരും അറിയണ്ട, നീ ആരോടും ചോദിക്കാനും പോകണ്ട. കുഴിക്കാൻ തുടങ്ങുമ്പോ കൂടെ അങ്ങോട്ട് കുഴിച്ചാ മതി. അപ്പൊ കാര്യം എന്നാ പിന്നെ നേരത്തെ അതങ്ങോട്ട് പറഞ്ഞുകൂടായിരുന്നോ? മേലനെങ്കിൽ പണിയെടുക്കാത്ത ഈ പൊണ്ണത്തറിയന്മാരാ നിധി കുഴിക്കാൻ പോണേ. കിട്ടിയത് തന്നെ. ഇപ്പൊ മാറി നിൽക്കാൻ പറഞ്ഞാലും അവസാന നേരത്ത് കുഴിക്കുമ്പോ കൃഷ്ണൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ അടക്കം നോക്കി നിൽക്കാം, കാണാലോ. നമ്മളൊക്കെ തീരാൻ പോണ ജന്മങ്ങള് കുട്ടികളതാണോ? അവര് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അവർക്ക് അവരുടേതായ ആവശ്യങ്ങളുണ്ടാവും, അവരുടേതായ ന്യായങ്ങളും. എന്നാലും ഒക്കെ അങ്ങനെ ഇല്ലാണ്ടാവുമല്ലോ നോക്കുമ്പോ സഹിക്കാനും പറ്റുന്നില്ല. ഏതോ ഒരു അന്യനാട്ടില് ഇലക്ട്രിക് ശ്മശാനത്തില് തീരാനയക്കുന്ന തലയിലെടുത്ത്. നമ്മുടെ നൊസ്റ്റാൾജിയ, മണ്ണിന്റെ ഗന്ധം, ഈശ്വരമംഗലത്തെ ആകാശം, നിലാവും നക്ഷത്രങ്ങളും, ഇതൊന്നും വിറ്റാൽ വിലകെട്ടുന്ന വസ്തുക്കളല്ല മോളെ. അവര് കച്ചവടക്കാര്. വിൽക്കാനും വാങ്ങാനും ഒന്നുമില്ലാത്ത നമുക്ക് ഈ ജീവിതചന്തയിൽ എന്ത് കാര്യം? എന്നാലും ഏട്ടാ, ഓർക്കുമ്പോ തന്നെ മുന്നിലൊരു ശൂന്യത പോലെ. ഇവിടെ വന്നപ്പോ എന്തോ പിന്നെ മനസ്സ് വല്ലാതെ ഉണർന്നു. പുതിയ നോവൽ എഴുതി തുടങ്ങിയതാ. ഇനിയൊക്കെ കളഞ്ഞിട്ട് പോണം. അങ്ങനെ കരുതണ്ട, എഴുതണം. ഈ ശൂന്യതയിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും ആർജവം ഉൾക്കൊണ്ട് ഏട്ടൻ്റെ മോളിൽ നീ എഴുതണം. നമ്മുടെ ഓർമ്മകളും സ്വപ്നങ്ങളും അത് നമ്മുടെ മാത്രം സ്വകാര്യ സ്വത്താണ്.
അതാരും മുറിച്ച് വീതം വെക്കണില്ല, പൊളിച്ചു വെക്കണമില്ല. നേരം വെളിച്ചാവുമ്പോഴേക്കും എത്തുമെന്ന് പറഞ്ഞിട്ട് എവിടെയായിരുന്നാവോ? ആ ആനയല്ലേ നടന്നിങ്ങോട്ട് എത്തണ്ടേ? ഓ ആനയാണല്ലേ. എന്തേ ഓട്ടോറിക്ഷ കിട്ടിയില്ലേ കയറി പോരാൻ? അഹങ്കാരം അതിനിപ്പോഴും കുറവൊന്നുമില്ലല്ലേ ഗോവിന്ദ? കണ്ടോരുടെ മുടിയും നുള്ളി പറിച്ചിരിക്കല്ലേ ഗോവിന്ദൻ ആനപ്പുറത്തിരിക്കണേ. ഉണ്ടാവും ആനപ്പുറത്ത് അങ്ങാടി കൂടി പോകുമ്പോ ഇത്തിരി അഹങ്കാരം ഏത് പാപ്പാനുണ്ടാവും കുഞ്ഞാ? ഇങ്ങോട്ട് അറിയാന് പ്രത്യേകിച്ച് ഈ കോലോത്ത പാപ്പാൻ തന്നെയാ. കാണാൻ നമുക്ക് എത്ര ദിവസം ഉണ്ടെന്ന് തീർന്നില്ലേ? കോലോത്തുനിന്ന് ഗോവിന്ദനെ പിരിച്ചുവിടാൻ പോവാ കുഞ്ഞൻ. കോലത്തുനിന്ന് എല്ലാവർക്കും പിരിഞ്ഞു പോകാനായില്ലേ? ഇതിനത് അല്ല നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? അത് ഇടിച്ചു പൊളിച്ച് നിർത്താൻ പോവല്ലേ? പൊളിക്ക്. ആ ഈ അങ്ങാടിയിലും ദേശത്തൊക്കെ ഇനി ആരും അറിയാൻ ബാക്കിയില്ല നിങ്ങളല്ലാതെ. ഇതാരാ ഈ തോന്നിയാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കണേ? ശങ്കരൻകുട്ടിയാര് പറഞ്ഞാൽ ഞങ്ങളൊക്കെ അറിഞ്ഞത്. കുട്ടിയാരോ? ആ അയാൾക്ക് എന്താ തലക്ക് നൊസുണ്ട്? ഈ വിചാരിച്ച കളിയും ചിരിയും ആഘോഷം ഒന്നും അല്ല അവിടെ നടക്കണത്. സ്വത്ത് വീതിക്കാനും കോവിലാകും കുത്തിപ്പൊളിക്കാനും തന്നെയാ തമ്പുരക്കന്മാരൊക്കെ വന്നിക്കണത്. കോലോ തൊരേല നീ അറിയണ കൃഷ്ണൻ ഇക്കാര്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ പറയാഞ്ഞിട്ടാ. അമ്മക്കറിയാലോ ഈ ഇത് സഹിക്കൂലെന്ന്. നിങ്ങളെന്തിനാ ഈ വലിയവരൊക്കെ പറയണ കേൾക്കണേ? കുട്ടിയാരെ നിങ്ങൾക്ക് എന്താ ഭ്രാന്തായോ? എന്താ കൃഷ്ണ? അങ്ങാടിയിൽ ഇറങ്ങി ഓരോ തോന്നിയാസങ്ങൾ പറയാ, നാട്ടുകാർ അത് കിട്ട് എന്നെ കളിയാക്ക. നിങ്ങൾ എന്താ കോലം പൊളിക്കാൻ പോവാ? ലൈസൻസ് ഇല്ലാണ്ട് ഓരോ വിടുവായിത്തരങ്ങൾ അങ്ങോട്ട് പറയാ. ദേവേട്ടൻ കേട്ടില്ലേ ഈ തോന്നിയാസം? ഇവിടുത്തെ ഒരു ബന്ധു വയസ്സിന് മൂത്ത ആള് ഇല്ലെങ്കിൽ കാണായിരുന്നു. ഇതിനൊക്കെ വേറെ മരുന്ന്. കുട്ടിയാര് അനർത്ഥമൊന്നും പറഞ്ഞില്ല കൃഷ്ണ. പിന്നെ ഇവിടെ ആരാ ഇപ്പൊ പുറപിടിച്ച് പന്തലിടാൻ പോണേ? ഞാനൊന്ന് പറയട്ടെ. എന്ത് കോലം പൊളിക്കാൻ പോണെന്നോ? അതെ അത് തന്നെ. ഭഗവാനെ എന്താ എന്താ ഇത്? എന്താ എല്ലാവർക്കും പറ്റിയേ? ഒരുപാട് അവകാശമുള്ള സ്വത്തല്ലേ, വേണ്ടാന്ന് പറയാൻ ആർക്കാ പറ്റുമോ? എന്നാലും ഇത്രയും പഠിപ്പും വിവരക്കുള്ള ആളല്ലേ ദേവേട്ടൻ. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും. പൊളിച്ചു പോയ പോയില്ലേ? എല്ലാവർക്കും ഉള്ള ആദായം അണ പൈ വിടാതെ കൃത്യമായിട്ട് എത്തിക്കില്ലേ കൃഷ്ണൻ? എത്തിച്ചിട്ടില്ലേ? മാളു ഇതിന് സമ്മതിച്ചോ? എല്ലാരെയും പോലെ അങ്ങനെ സമ്മതിക്കാൻ മാളുവിന് പറ്റുമോ? പറ്റുമോ മാളു? അമ്മേ, അമ്മക്കെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? അമ്മ പറഞ്ഞാൽ തട്ടില്ലവരാരും. വെട്ടിമുറിക്കണ്ടെന്ന് പറയാമേ. കൃഷ്ണന് വെറുതെ തോന്നാ ഞാനാ തീരുമാനം എടുക്കണ്ടെന്ന്. ഞാൻ ആരുമല്ല, ഒരുപാടെണ്ണത്തില് ഒരവകാശി, ഒരവകാശമില്ലാത്ത ഒരവകാശി. തീരുമാനിക്കേണ്ടവര് ഒക്കെ തീരുമാനിച്ചു. അപ്പോ കുട്ടിയാർക്കല്ല എനിക്കാ ഭ്രാന്ത്. കൺമുന്നിൽ കാണുന്നതൊക്കെ എന്താ ഏതാന്ന് അറിയാൻ കഴിയാത്ത ഭ്രാന്ത്. ഒന്നും അറിഞ്ഞില്ല, ആരും ഒന്നും പറഞ്ഞുമില്ല. അല്ലെങ്കിൽ തന്നെ എന്നോടെന്തിനാ ഇപ്പൊ പറയണേ? എല്ലാരും ഉണ്ടല്ലോ, അവകാശപ്പെട്ട എല്ലാരും. എങ്ങനെയുണ്ട് ജിനു സാറേ നമ്മുടെ മുതല്? ഇത്രയും വിചാരിച്ചില്ല. ഈ ഫ്രണ്ട് ഏരിയ ഇതുപോലെ അവിടെ കായൽ തീർത്ത് ക്രിയേറ്റ് ചെയ്യണം. ഈശ്വരമംഗലം കോവിലകം തന്നെയാണ് നിൽക്കുന്നതെന്ന് തോന്നിക്കണം, അല്ലേ മിസ്റ്റർ സുധി? എക്സാക്ട്ലി. ഇന്റീരിയർ യൂസിനുള്ള വുഡും പില്ലേഴ്സും ഒക്കെ ഇഷ്ടം പോലെ. പിന്നെയും 2 ഹോട്ടൽ പണിയാനുള്ള വരം വേറെ ഉണ്ടാവും. വായി നോക്കി നിൽക്കാണ്ട് 5-6 കഴിക്കുന്നുണ്ട് വേണം. ഈ ആന ആനാന്ന് പറഞ്ഞ ഭൂമി മലയാളത്തിൽ ഏറ്റവും വലിയൊരു ജന്തുവാ. അപ്പൊ ആനയും കൂടി നടക്കുന്ന പാപ്പാന്ന് പറഞ്ഞാലോ? മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ വലിയ മനുഷ്യൻ ആണല്ലോ. അതാ പറഞ്ഞത് ഇതൊന്നും പാപ്പാമാരുടെ പണിയല്ലാന്ന്. പിന്നെ ഞാനിപ്പോ ഇത് ചെയ്യണത് എന്താണെന്ന് വെച്ചാ ഗോവിന്ദന്റെ വിശാല മനസ്സില്ല. ഇങ്ങനെയൊക്കെയല്ലേ മഹാന്മാരുണ്ടായിട്ടുള്ളത്. എളിമേ അല്ലടോ, ഇവിടുത്തെ കോന്തം തമ്പറാക്കന്മാർക്ക് വരെ ഇല്ലാത്ത നല്ല വെളുത്ത നേരം ഉണ്ടല്ലോ നിനക്ക്. വെളുത്താല് വില ഉണ്ടാവുമെങ്കിൽ ഈ ആനയൊക്കെ വെളുത്തിട്ടാ. ഈ ട്യൂബ് ലൈറ്റ് പോലെ വെട്ടിത്തിളങ്ങി നിന്നിട്ട് ഇപ്പൊ എന്തായി? എന്തായിരുന്നു ഇവിടെ ഭരിച്ചിരുന്ന ഭരണം? തീരാൻ പോവില്ലേ എല്ലാം? ഒടുക്കം നിനക്കൊരു ടോർച്ചും വടിയും ബാക്കിയാവും കൃഷ്ണ. ഇവിടെ തന്നെ 4 4 8 8 4 12, പിന്നെ വലിയ വില്ലേഴ്സ് 4.
റൂമുകത്ത് മാത്രം 7 7 14 6 20 വലിയ തൂണുകൾ 4 വേറെയുണ്ട്. പിന്നെ കഥകുകള്, മച്ച്, ഉത്തരം, തട്ടുംപുറം, തെക്കേ മാളികയും വടക്കേ മാളികയും അതിന്റെ മച്ചും തൂണും കാര്യങ്ങളൊക്കെ വേറെ. ഒക്കെ വീട്ടിൽ തേക്കുവാ, അല്ലാതെ വേറൊരു മരമില്ല. പണിയുന്ന കാലത്തെ കാരണവന്മാർ അറിയാതെ അങ്ങോട്ട് പണിതുപോയി. ഇപ്പൊ പൊളിക്കാനാ പാട്. എന്നാലും അതൊരു മൂടാ. അടിച്ചു പൊളിക്കുക എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ഹിറ്റ് വാക്ക്. കുന്തം പിടിച്ച് നിൽക്കുക മരങ്ങോടൻ. പോയി ഊണുള്ള കാര്യം നോക്കണം. ഇവരെല്ലാം ഉണ്ടാവും ഉണ്ണാൻ.